അടുത്ത അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ അഡ്രസ് ഓഫ് ഓപ്പറൻഡ് വിൽ ബി ഗിവൺ ബൈ ദ രജിസ്റ്റർ. അപ്പോൾ തന്നെ ഈ ഒരു അഡ്രസ്സിംഗ് മോഡ് വെച്ചിട്ട് നമുക്ക് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റാം ക്യാൻ ബി എക്സസ്ഡ് ബൈ ദിസ് മോഡ്. അപ്പൊ എക്സ്റ്റേണൽ റാം ഒക്കെ ആക്സസ് ചെയ്യാൻ നമുക്ക് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ നോക്കാം. ആദ്യം ഇന്റേണൽ റാമിൽ എങ്ങനെ നടക്കണം നോക്കാം. പിന്നെ എക്സ്റ്റേണൽ റാമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് രജിസ്റ്റേഴ്സ് ആണ് നമ്മുടെ DPTR 16 ബിറ്റ് രജിസ്റ്റർ, ഡാറ്റ പോയിന്റർ രജിസ്റ്റർ ഒക്കെ. അത് വെച്ചിട്ടും സെയിം ഫംഗ്ഷൻ തന്നെയാണ്. ഒരെണ്ണം മനസ്സിലായ ബാക്കി എളുപ്പത്തിലെല്ലാം മനസ്സിലാവും. ഇന്റേണൽ റാമിൽ എങ്ങനെയാണ് നമ്മുടെ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് വർക്ക് ചെയ്യണേ നോക്കാം. ഒരു ഇൻസ്ട്രക്ഷൻ എക്സാമ്പിൾ മൂവ് a,R1. ഈ @R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മനസ്സിലാക്കണം. ഈ R1 എന്ന രജിസ്റ്ററിന്റെ ഉള്ളിലെ ഒരു അഡ്രസ് ഉണ്ടാവും. R1 എന്നുള്ള രജിസ്റ്ററിന്റെ ഉള്ളിലെ ഒരു അഡ്രസ് ഉണ്ടാവും. അഡ്രസ് ആണ് ഉള്ളത്. ആ അഡ്രസ് ലൊക്കേഷനിലേക്ക് പോയിട്ട് ആ അഡ്രസ് ലൊക്കേഷനിലത്തെ ഡാറ്റ എന്താണോ അതിനെ അക്യുമുലേറ്റർ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യും. കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ഒരു എക്സാമ്പിൾ നോക്കാം. മൂവ് a,R1 എന്ന് വെച്ചാൽ @R1 എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ R1 രജിസ്റ്ററിന്റെ അവിടേക്ക് പോകും. R1 രജിസ്റ്ററിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? 7A എന്ന് പറയുന്ന വാല്യൂ ആണ്. 7A ഡാറ്റയാണോ? അല്ല. ഇതും എന്താണ്? ഇതൊരു അഡ്രസ് ആണ്. ഓക്കെ. അപ്പൊ 7A എന്നുള്ള അഡ്രസ് ലൊക്കേഷനിലേക്ക് പോകും. 7A ഉള്ള അഡ്രസ് ലൊക്കേഷനിൽ എന്താ കിടക്കണ വാല്യൂ? 3C എന്ന് പറയുന്നതാണ്. ഇതാണ് എന്ത് നമ്മുടെ എടുക്കേണ്ട ഡാറ്റ എന്ന് പറയുന്നത്. ഈ ഡാറ്റനെ എടുത്തിട്ട് എങ്ങോട്ട് മൂവ് ചെയ്യും? അക്യുമുലേറ്റർ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ @R1 എന്ന് പറഞ്ഞാൽ R1 രജിസ്റ്ററിന്റെ ഉള്ളിൽ കിടക്കേണ്ട അഡ്രസ് ആവും. ആ അഡ്രസ് ലൊക്കേഷനിൽ പോയിട്ട് ആ അഡ്രസ് ലൊക്കേഷനിലുള്ള ഡാറ്റനെ എടുത്തിട്ട് ആ ഡാറ്റനെ വേണം എവിടേക്ക് മൂവ് ചെയ്യാൻ? അക്യുമുലേറ്റർ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യാൻ. അതുപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ നോക്ക്. മൂവ് @R2, A. നമുക്ക് നോക്കി നോക്കാം. മൂവ് @R2, A. അപ്പോ നമുക്ക് ഇങ്ങനെ പറയാം, അക്യുമുലേറ്റർ രജിസ്റ്ററിന്റെ കണ്ടന്റ് R2 എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ ഉള്ളില് ഒരു @R2 എന്നല്ലേ. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? ഒരു അഡ്രസ് ആവും. സപ്പോസ് ഞാൻ പറയാണ് 7C എന്ന് പറയുന്നൊരു ഇതുണ്ട്. അപ്പൊ 7C ഇവിടെ എന്താണ്? ഡാറ്റയാണോ? അല്ല, അഡ്രസ് ആണ്. അപ്പോൾ ഈ 7C ലൊക്കേഷനിലോട്ട് വേണം അക്യുമുലേറ്റർ രജിസ്റ്ററിൽ. ഇപ്പൊ സപ്പോസ് അതൊരു 3A എന്നുള്ള വാല്യൂ ആണെന്ന് വെച്ചാൽ അക്യുമുലേറ്റർ രജിസ്റ്ററിൽ കിടക്കുന്ന ഈ ഒരു കണ്ടന്റിനെ നമ്മൾ എവിടേക്ക് മാറ്റണം? ഈ 7C മാറ്റണം. ഒന്നുകൂടി നോക്കിക്കോട്ടോ. അക്യുമുലേറ്റർ രജിസ്റ്ററിന്റെ കണ്ടന്റ് 3A ആയിരുന്നു. അതിനെ R2 എന്ന രജിസ്റ്ററിൽ @R2 ഉണ്ട്. അപ്പൊ R2ന്റെ ഉള്ളിൽ കിടക്കുന്ന ആ വാല്യൂ എന്ന് പറയുന്നത് ഒരു അഡ്രസ് വാല്യൂ ആണ്. ഈ അഡ്രസ് ലൊക്കേഷനിൽ കിടക്കുന്ന ആ അഡ്രസ് ലൊക്കേഷന്റെ സ്ഥലത്തേക്ക് നമ്മൾ എന്ത് മൂവ് ചെയ്യണം? നമ്മുടെ അക്യുമുലേറ്റർ രജിസ്റ്ററിന്റെ വാല്യൂവിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യണം. ഈ അക്യുമുലേറ്റർ വാല്യൂവിനെ എവിടേക്ക് മൂവ് ചെയ്തു? 7C മൂവ് ചെയ്തു. ഒന്നുകൂടെ പറയാണ്. മൂവ് @R2, A. അക്യുമുലേറ്ററിലുള്ള വാല്യൂവിനെ R2 രജിസ്റ്ററിന്റെ, R2 എന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ ആണ്. ആ രജിസ്റ്റർ കാണിച്ചു കഴിഞ്ഞാൽ ആ രജിസ്റ്ററിന്റെ ഉള്ളിൽ കിടക്കേണ്ട ഒരു അഡ്രസ് വാല്യൂ ആയിരിക്കും. അപ്പൊ ആ അഡ്രസ് ലൊക്കേഷനിൽ എടുത്തിട്ട് ആ അഡ്രസ് ലൊക്കേഷനിലേക്ക് വേണം അക്യുമുലേറ്റഡ് ഡാറ്റേനെ നമുക്ക് മൂവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മുടെ ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് പോലെ അഡ്രസ്സ് കൊടുത്തില്ലേ. അവിടെ @R1 എന്ന് വെച്ചാൽ R2ന്റെ ഉള്ളിൽ പോയിട്ട് അഡ്രസ്സ് എടുത്തിട്ട് ആ അഡ്രസ്സിൽ പോയിട്ട് വേണം നമുക്ക് ഈ ഡാറ്റേനെ കൊണ്ടുപോയി സേവ് ചെയ്യാൻ. അതുകൊണ്ടാണ് അതിനെ നമ്മളവിടെ എന്ത് പറയേണ്ടത്? ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയണത്. ഇതേ കേസിൽ തന്നെ നമുക്ക് എക്സ്റ്റേണൽ റാമിലും യൂസ് ചെയ്യാൻ പറ്റും. എക്സ്റ്റേണൽ റാം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റേണൽ കൺട്രോളറിന്റെ ഉള്ളിലത്തെ റാം മതിയാവാണ്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു 64 KB റാം ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ 16 ബിറ്റ് രജിസ്റ്റർ ഒക്കെ എക്സ്റ്റേണൽ റാമിൽ യൂസ് ചെയ്യാം. നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു രജിസ്റ്റർ ആണ് DPTR രജിസ്റ്റർ എന്ന് പറയുന്നത്. @DPTR എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? DPTR നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ അർത്ഥേ ഉള്ളൂ. DPTR രജിസ്റ്ററിന്റെ ഉള്ളിൽ ഉണ്ടാവണത് എന്തായിരിക്കും? ഒരു അഡ്രസ് ആയിരിക്കും. ആ അഡ്രസ് ലൊക്കേഷനിലത്തെ വാല്യൂ എന്താണോ, കണ്ടന്റ് എന്താണോ, അതിനെ നമ്മൾ അക്യുമുലേറ്റർ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യും. അതുപോലെ തന്നെ മൂവ് X എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മെമ്മറി ആയതുകൊണ്ട് വരുന്ന ഇൻസ്ട്രക്ഷൻ ആണ് കേട്ടോ. മൂവ് X, @DPTR, A എന്ന് വെച്ചാൽ എന്താണ്? അക്യുമുലേറ്റർ രജിസ്റ്ററിന്റെ കണ്ടന്റ് DPTR രജിസ്റ്ററിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു അഡ്രസ് ലൊക്കേഷൻ ഉണ്ടാവും. ആ അഡ്രസ് ലൊക്കേഷൻ എന്താണോ അഡ്രസ് ലൊക്കേഷനിൽ പോയിട്ട് അക്യുമുലേറ്റർ രജിസ്റ്ററിന്റെ വാല്യൂ മൂവ് ചെയ്യപ്പെടും. ഓക്കെ ആണല്ലോ. അടുത്തത് ഇവിടെ എക്സ്റ്റേണൽ റാം വിത്ത് 8 ബിറ്റ്. ഇത് നമ്മൾ 16 ബിറ്റിന്റെയാണ്. DPTR രജിസ്റ്റർ 16 ബിറ്റ് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇനി ഒരു 8 ബിറ്റ് രജിസ്റ്ററിനെ നമുക്ക് ഇതുപോലെ മൂവ് ചെയ്ത് നോക്കാം. മൂവ് X, A, @R1. എന്താ അർത്ഥാക്കേണ്ടത്? R1 എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്തോ ഒരു അഡ്രസ് ഉണ്ട്. സപ്പോസ് ഇഫ് R1 ഈസ് 25H, R1ന്റെ ഉള്ളിലത്തെ അഡ്രസ് തന്നിരിക്കുന്നത് എന്താണ്? 25H ആണെന്ന് കണക്കാക്കിക്കോളൂ. ദെൻ R1ന്റെ ഉള്ളിലത്തെ അഡ്രസ് എന്താണ്?
25H ആണ് അല്ലെ. അപ്പോൾ ഈ 25H ലൊക്കേഷനിലുള്ള വാല്യൂ എന്താണോ അതിനെ എടുത്തിട്ട് എവിടേക്ക് മൂവ് ചെയ്യണം? അക്യുമുലേറ്റർ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യണം. അതാണ് ഈ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. ബ്രാക്കറ്റിൽ 0025H എന്നിട്ടാണ് അർത്ഥം എന്താണ്? 25H എന്നുള്ള ലൊക്കേഷനിൽ കിടക്കുന്ന അഡ്രസ് ലൊക്കേഷനിൽ കിടക്കുന്നത് എന്താണോ അത് R1 എന്ന് പറയുന്ന അല്ലെ 25H എന്നുള്ള അഡ്രസ് ലൊക്കേഷനിൽ കിടക്കുന്നത് എന്താണോ അതിനെ നമ്മൾ എവിടേക്ക് മൂവ് ചെയ്യണം? അക്യുമുലേറ്റർ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ R1ലുള്ള വാല്യൂ എന്താണ്? 25H ആണ്. 25H എന്ന് പറയുന്നതാണ് R1ലുള്ള അഡ്രസ്സ്. ഈ അഡ്രസ് ലൊക്കേഷനിൽ കിടക്കുന്ന ഡാറ്റ എന്താണോ അതിനെ എവിടേക്ക് മൂവ് ചെയ്യണം? അക്യുമുലേറ്റർ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യണം. മൂവ് എക്സ് R0, A എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അക്യുമുലേറ്റർ രജിസ്റ്ററിൽ എന്തൊരു വാല്യൂ ഉണ്ട്. R0 സപ്പോസ് ഞാൻ പറയുന്നത് 35H എന്നുള്ള വാല്യൂ ആണ്. അപ്പൊ 35H എന്ന് പറയുന്നത് എന്താണ്? @R0 ആണ്. അപ്പൊ ഒരു ഡാറ്റ അല്ല, അതൊരു അഡ്രസ് ആണ്. ഈ 35H എന്നുള്ള ലൊക്കേഷനിലേക്ക് വേണം എന്ത് മൂവ് ചെയ്യാൻ? അക്യുമുലേറ്റർ രജിസ്റ്ററിലുള്ള വാല്യൂവിനെ മൂവ് ചെയ്യാൻ. 35Hലേക്ക് വേണം അക്യുമുലേറ്റർ രജിസ്റ്ററിലത്തെ വാല്യൂവിനെ മൂവ് ചെയ്യാൻ. അപ്പൊ 35H എന്ന് പറയുന്ന അഡ്രസ് ആണ്. ആ അഡ്രസ്സിലേക്ക് അക്യുമുലേറ്ററിലത്തെ വാല്യൂവിനെ മൂവ് ചെയ്യാം. അടുത്തത് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡാണ്. ഈ ഒരു അഡ്രസ്സിംഗ് മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് കോഡ് മെമ്മറീനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോഡ് മെമ്മറി എന്ന് പറയുന്നത് പ്രോഗ്രാം സേവ് ചെയ്യുന്ന മെമ്മറി. നമുക്കറിയാം 8051 മൈക്രോ കൺട്രോളർ ഹാർവാർഡ് ആർക്കിടെക്ചറിന്റെ ബേസിലാണ് നമ്മൾ ആർക്കിടെക്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഹാർവാർഡ് ആർക്കിടെക്ചറിന്റെ പ്രത്യേകത എന്താണ്? ഹാർവാർഡ് ആർക്കിടെക്ചറിലാണ് നമ്മൾ അതിനെ കൺസ്ട്രക്ട് ചെയ്തതെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് പ്രോഗ്രാം മെമ്മറി ഉണ്ടാവും, സെപ്പറേറ്റ് ഡാറ്റ മെമ്മറി ഉണ്ടാവും. അപ്പോൾ ഓഫ് കോഴ്സ് ഡാറ്റയ്ക്ക് വേറെ പ്രോഗ്രാം ചെയ്താൽ സെപ്പറേറ്റ് മെമ്മറി ഉണ്ടാവും. സോ അതാണ് നമ്മുടെ കോഡ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ കോഡ് നമ്മളിപ്പോൾ എവിടെ ഉണ്ടാവുക? പെർമനന്റ് ആയിട്ടുള്ള റൂമിലാവും അല്ലെ. ഇന്റേണൽ റൂം ഓഫ് കോഴ്സ് ഉണ്ട് 8051. അതിന് ആ സ്ഥലം മതിയായില്ലെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? എക്സ്റ്റേണൽ റൂമും യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് 8051 ICക്ക്. ഇനി നമുക്ക് ഇവിടെ കോഡ് മെമ്മറിയിലേക്ക് ആക്സസ് ചെയ്യണോണ്ട് തന്നെ നമ്മൾ അവിടെ യൂസ് ചെയ്യണ ഇൻസ്ട്രക്ഷൻ മൂവ് C ആണ്. എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് ആക്സസ് ചെയ്യുമ്പോൾ മൂവ് എക്സ് ആണ്. അപ്പോൾ കോഡ് മെമ്മറിയിലേക്ക് നമ്മളിവിടെ ആക്സസ് ചെയ്യണോണ്ട് മൂവ് C എന്നുള്ള ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാണ്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുക. മൂവ് C A, A+TPTR. കണ്ടാൽ അറിയാം A+TPTR നമുക്ക് അവിടെ ചെയ്ത് കിട്ടുന്ന ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു അഡ്രസ് ആയിരിക്കും. കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ചെയ്ത് കിട്ടുന്ന ആ വാല്യൂ എന്ന് പറയുന്നത് എന്താ? ഒരു അഡ്രസ് ആണ്. ആ അഡ്രസ്സിൽ എന്താണോ ഉള്ളത് ആ കണ്ടന്റിനെ എടുത്തിട്ട് അക്യുമുലേറ്റർ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യണം. അടുത്ത് നോക്കിയാൽ മൂവ് C A, A+PC. അക്യുമുലേറ്റർ പ്ലസ് പ്രോഗ്രാം കൗണ്ടർ. ഈ രണ്ട് വാല്യൂ കൂടി കൂട്ടി കിട്ടിയിട്ട് നമുക്ക് ഒരു പെർട്ടിക്കുലർ അഡ്രസ് ലൊക്കേഷൻ കിട്ടുന്നുണ്ടാവും. അതാണ് @. അപ്പോൾ A+PC എന്ന് പറയുന്നത് A+PC എന്ന് പറയുന്ന അഡ്രസ് ആണ്. അതിൻ്റെ ഉള്ളിൽ ആ കണ്ടന്റിന്റെ ഉള്ളിൽ ആ ഒരു A+PC ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ആ കിട്ടുന്ന ആ വാല്യൂ അവിടുത്തെ അഡ്രസ് ആണ്. ആ അഡ്രസ്സിന്റെ ഉള്ളിൽ എന്താണോ ഡാറ്റ ഉള്ളത് ആ ഡാറ്റേനെ എടുത്തിട്ട് നമ്മൾ വാല്യൂ എന്താണോ ഉള്ളത് അതിനെ എടുത്തിട്ട് അക്യുമുലേറ്റർ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ കോഡ് മെമ്മറിയിലുള്ള A+DPTR എന്ന് പറയുന്ന നമുക്ക് ചെയ്ത് കിട്ടുന്ന ആ ഒരു അഡ്രസ് ലൊക്കേഷനിലത്തെ കണ്ടന്റ് എന്താണോ അതിനെ എടുത്ത് അക്യുമുലേറ്ററിൽ മൂവ് ചെയ്യുക. രണ്ടാമത്തേൽ A+PC എന്ന് പറയുന്നത് അഡ്രസ് ആണ്. ആ അഡ്രസ്സിലുള്ള കണ്ടന്റ് എന്താണോ അതിനെ എടുത്തിട്ട് അക്യുമുലേറ്റർ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുക എവിടെയാണ്? എന്തിനു വേണ്ടിയാണ്? കോഡ് മെമ്മറിയിൽ നിന്ന് നമുക്ക് ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. കോഡ് മെമ്മറിയിലത്തെ ഡാറ്റേനെ നമുക്ക് അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്ന ഈ മോഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ പറഞ്ഞ 5 എണ്ണത്തിന് പുറമെ ഒരു അഡ്രസ്സിംഗ് മോഡ് കൂടെ ഉണ്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ട്. അത് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡാണ്. ഇതിൽ 2 ഓപ്പറന്റ് ഇല്ല, ഒരു സിംഗിൾ ഓപ്പറന്റ് ആണ് ഈ ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡിൽ ഉണ്ടായിരിക്കുക. നമുക്കിവിടെ നോക്കിയറിയാം സ്വാപ്പ് A അല്ലെ. സ്വാപ്പ് എന്ന് പറയുന്നത് മിനിമോണിക് ആണ് അല്ലെ. അപ്പൊ നമുക്ക് A എന്ന് മാത്രം ഒരൊറ്റ ഓപ്പറന്റ് തന്നിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ രജിസ്റ്റർ സ്പെസിഫിക് ആണ്, കറക്റ്റ് രജിസ്റ്റർ തന്നിട്ടുണ്ട്. ഇപ്പൊ 2 എക്സാമ്പിൾ ആണ്, ഒന്ന് സ്വാപ്പ്, ഒന്ന് RLA എന്നൊക്കെ പറയുന്നത്. റൊട്ടേറ്റ് ലെഫ്റ്റ് A എപ്പോഴും അക്യുമുലേറ്റർ ആണ്. അപ്പൊ സ്വാപ്പ് A എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, A എന്ന് പറയുന്നത് അക്യുമുലേറ്റർ ആണ്. അക്യുമുലേറ്ററിൽ നിലവിലത്തെ വാല്യൂ ഞാൻ പറയാണ് 32 ഹെക്സാഡെസിമൽ 32 എന്നുള്ള വാല്യൂ ആണ്. സ്വാപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഈ 32നെ സ്വാപ്പ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അപ്പൊ സ്വാപ്പ് ചെയ്യുമ്പോൾ 32 മാറിയിട്ട് 23H ആവും. ഈ സ്വാപ്പ് ചെയ്തിട്ട് എവിടെ തന്നെ സേവ് ചെയ്യും? അക്യുമുലേറ്ററിൽ തന്നെ സേവ് ചെയ്യും. അപ്പൊ ഈ 32Hനെ സ്വാപ്പ് ചെയ്യുമ്പോൾ 23 ആവും. എന്നിട്ട് സ്വാപ്പ് ചെയ്തിട്ട് എവിടെ തന്നെ സേവ് ചെയ്യപ്പെടുകയാണ്? അക്യുമുലേറ്ററിൽ തന്നെ സേവ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ റൊട്ടേറ്റ് ലെഫ്റ്റ് A അക്യുമുലേറ്ററിലുള്ള വാല്യൂവിനെ ഒരു പ്രാവശ്യം ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക, എന്നിട്ട് അത് എവിടെ തന്നെ സേവ് ചെയ്യുക? അക്യുമുലേറ്ററിൽ തന്നെ സേവ് ചെയ്യുക. അങ്ങനെയുള്ള സിംഗിൾ ഓപ്പറന്റുകൾ യൂസ് ചെയ്യുന്ന ഒരു അഡ്രസ്സിംഗ് മോഡാണ് നമ്മുടെ ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ
അഡ്രസ്സിംഗ് മോഡ്സിൽ 8051ന്റെ അഡ്രസ്സിംഗ് മോഡ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു? ഇമീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇമീഡിയറ്റിൽ എന്താ ചെയ്തിരുന്നത്? ഡാറ്റേനെ ഡയറക്റ്റ് ആയിട്ട് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ മൂവ് ചെയ്യേണ്ട സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യും. ഡാറ്റ ആണ് കാണിക്കാൻ അവിടെ ഹാഷ് സിമ്പിൾ ഉണ്ടാവും. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, അതിൽ വർക്ക് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അക്യുമുലേറ്റർ R0 to R7. അതിൽ നമ്മൾ രജിസ്റ്ററിലുള്ള കണ്ടന്റിനെ അടുത്ത രജിസ്റ്ററിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഇല്ല, രജിസ്റ്റർ ടു രജിസ്റ്റർ മൂവ്മെന്റ് പോസിബിൾ അല്ല. അടുത്തത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇവിടെ ഇമീഡിയറ്റ് ഡാറ്റ അല്ല, ഒരു അഡ്രസ് ലൊക്കേഷൻ ആണ്. 35H എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു അഡ്രസ് ലൊക്കേഷൻ ആണ് ഉണ്ടാവുക. ആ അഡ്രസ് ലൊക്കേഷനത്തെ കണ്ടന്റിനെ എടുത്തിട്ട് എങ്ങോട്ട് മൂവ് ചെയ്യും? അക്യുമുലേറ്റർ രജിസ്റ്ററിലോട്ടോ അല്ലെങ്കിൽ എവിടേക്കാ പറയണത് വെച്ചാൽ ആ ഡെസ്റ്റിനേഷനിലോട്ട് മൂവ് ചെയ്യും. അപ്പം നമുക്ക് അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മറ്റൊരു അഡ്രസ്സ് തന്നിട്ടുണ്ടാവും, ആ അഡ്രസ്സിലേക്ക് മൂവ് ചെയ്യാനുള്ള പ്രൊവിഷനും ഇവിടെ ഉണ്ട്. ഡയറക്റ്റ് അഡ്രസ്സ് വെച്ചിട്ട്, അഡ്രസ്സിംഗ് മോഡ് വെച്ചിട്ട്. ഇൻഡയറക്റ്റിൽ എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ടാണ്, മൊത്തം ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കണം അല്ലേ. ഇവിടെ @R1 അങ്ങനെ തന്നിട്ടുണ്ടാവുക. @R1 എന്ന് പറയുമ്പോൾ R1ന്റെ ഉള്ളിൽ ഉണ്ടാവുക ഒരു അഡ്രസ്സാണ്. ആ അഡ്രസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന കണ്ടന്റ് എന്താണോ അതിനെ എടുത്തിട്ട് വേണം നമ്മൾ അക്യുമുലേറ്ററിലോട്ട് മൂവ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു. അപ്പോൾ @ കാണിക്കുമ്പോൾ @ കഴിഞ്ഞിട്ട് എഴുതുന്ന ആ സംഭവത്തിന്റെ ഉള്ളിൽ ഉള്ള അതിന്റെ ഉള്ളിലുള്ളത് അഡ്രസ് ആവും. ആ അഡ്രസ് ലൊക്കേഷനിൽ പോയിട്ട് അതിന്റെ ഉള്ളിലത്തെ ഡാറ്റിനെ എടുത്തിട്ട് അതിനെ വേണം നമ്മൾ മൂവ് ചെയ്യോ ആഡ് ചെയ്യോ എന്താ വേണ്ടത് വെച്ചാൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് എക്സ്റ്റേണൽ റാമിലും ഇന്റേണൽ റാമിലും ഒക്കെ നമുക്ക് ഈ ഒരു ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റും. ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് കൂടുതലും യൂസ് ചെയ്യപ്പോഴാണ് പ്രോഗ്രാം മെമ്മറിയിൽ നിന്ന് കോഡ് മെമ്മറിയിൽ നിന്ന് നമുക്ക് ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അവസാനം പറഞ്ഞത് ഏതായിരുന്നു? ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡാണ്. സിംഗിൾ ഓപ്പറൻഡ് ഉള്ള ഒരു അഡ്രസ്സിംഗ് മോഡാണ്. നമ്മൾ അതിന് സ്വാപ്പോ റൊട്ടേഷനോ എന്താ ചെയ്തിട്ട് ഒറ്റ രജിസ്റ്ററിലാണ് നമ്മൾ പറയുന്നത് അല്ലെ ചെയ്യുന്നത്. ആ രജിസ്റ്ററിൽ തന്നെ നമ്മൾ അതിനെ ചെയ്തിട്ട് അത് അവിടെ തന്നെ സേവ് ചെയ്യപ്പെടുന്നു. സിമ്പിൾ ആണ്. ദിസ് ഈസ് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ addressing modes of 8051 microcontroller IC.